ഹരി ഓം. ഹനുമാൻ ചാലീസ പഠന ക്ലാസ്സിലെ എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. അതുപോലെ നമ്മളുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തലിങ്കൽ നയിക്കുന്ന ഹനുമാൻ ചാലീസ പഠന ക്ലാസ് ഇന്ന് 10ാമത്തെ ക്ലാസ് ആണ്. ഓരോ ക്ലാസ് കഴിയുന്തോറും എല്ലാ സജ്ജനങ്ങളും ആ ഹനുമാൻ ചാലീസ എന്ന ആ മഹത്കൃതിയിലേക്ക് എത്രത്തോളം ആകർഷിക്കപ്പെട്ട് അതിലേക്ക് ലയിക്കുന്നു, എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ആ ഹനുമാൻ ചാലീസ പഠിക്കാൻ അതിലെ ഓരോ വാക്കുകളുടെയും അന്തർഗതമായിട്ടുള്ള അർത്ഥം വളരെ സരസമായി മനസ്സിലാക്കി അത് അവരുടെ ആ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എത്രത്തോളം വികൃതപ്പെടുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോ തവണയും കൂടി വരുന്ന ആ സജ്ജനങ്ങളുടെ ആ പങ്കാളിത്തം. ഇന്ന് 10ാമത്തെ ക്ലാസ് ആണ്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നതിന് നമ്മുടെ പ്രിയ സുഹൃത്ത് മാഷ് എന്ന് സ്നേഹപൂർവ്വം അഭിസംബോധന ചെയ്യുന്ന ശ്രീനിവാസൻ പന്തലിങ്കിലെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷേ. നമസ്തേ തിരുമേനി. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വൈകിക്കാതെ പെട്ടെന്ന് തന്നെ ശ്ലോകങ്ങൾ തുടങ്ങാം. ഓം ജയ് ശ്രീരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ഗം ഗണപതയേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സം സരസ്വത്യേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതുലിത ബലധാമം ഹേമശൈലാഭദേഹം ധനുജവനകൃശാനാം ജ്ഞാനിനാമഗ്രഗണ്യം സകല ഗുണനിധാനം വാനരാണാമധീശം രഘുപതി പ്രിയഭക്തം വാദജാതം നമാമി. ഓം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഓം ആഞ്ജനേയ ഭഗവാൻ കി ജയ്. ഓം ജയ് ശ്രീറാം. ജയാജി ഈ ശ്ലോകങ്ങൾ ചൊല്ലിക്കോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട്. അൺമ്യൂട്ട് ചെയ്ത് ശ്ലോകങ്ങൾ ചൊല്ലൂ. ഇപ്പൊ കേൾക്കണില്ലേ? ചൊല്ലിക്കോളൂ. ഓം ഗുരുഭ്യോ നമഃ. ജയ് ശ്രീരാം, ജയ് ബജരംഗബലി. ഹനുമാൻ ചാലീസ 31ാമത്തെ ശ്ലോകം തൊട്ട് 40ാമത്തെ ശ്ലോകം വരെയാണ് ചെല്ലുന്നത്. അഷ്ടസിദ്ധിനോ നിധി കേ ദാത അസ്ബർ ദീന ജാനകി മാത राम रसायन तुमरे पासा सदा रहो रघुपति के दासा तुमरो भजन राम को पावै जन्म जन्म के दुख बिसरावै अंत काल रघुबरपुर जाई जहाँ जन्म हरि भक्त कहाई और देवता चित्त न धरई हनुमंत से सर्व सुख करई संकट कटाई मिटाई सब पीरा जो सुमिरै हनुमंत बलबीरा। जय 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 हनुमान गुसाई कृपा करो गुरुदेव की नाई जो 7 बार पाठ कर कोई छूटहि बंदी महासुख होई। जो यह पढ़े हनुमान चालीसा
होय सिद्धि साखी गौरी सा, तुलसीदास सदा हरि चेरा, की जयनाथ हृदय महडेरा, की जयनाथ हृदय महडेरा। पवन तनय संकट हरण, मंगल मूर्ति रूप, राम लखन सीता सहित, हृदय बसहु सुरभूप। जय आंजनेय स्वामी, जय हनुमान दादा, ജയ് ബജരംഗബലി. എല്ലാവർക്കും ഒരിക്കൽ കൂടി जय നമസ്കാരം. बजरंगबली। ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്ന് 10ാമത്തെ ക്ലാസ്സാണ്. 9ാമത്തെ ക്ലാസ്സിൽ നമ്മൾ 30ാമത്തെ ശ്ലോകമാണ് കണ്ടത്. അപ്പോ എല്ലാ വാക്കുകളും ശ്രീരാമസ്വാമിയുടെയും ഹനുമൽ സ്വാമിയുടെയും ചരണാരവിന്ദങ്ങൾ സമർപ്പിച്ച് നമുക്ക് തുടങ്ങാം. 30ാമത്തെ ശ്ലോകത്തില് സാധു സന്ത് കെ തും രഖ്വാരെ അസുര നികന്തൻ രാമദുആരെ, സാധു സന്ത് കെ തും രഖ്വാരെ അസുര നികന്തൻ രാമദുലാരെ. സാധുക്കളുടെയും അതുപോലെ തന്നെ മഹാന്മാരായ മഹർഷിമാരുടെയും അതുപോലെ സാധാരണ ജനങ്ങളുടെയും ഒക്കെ സജ്ജനങ്ങളുടെയും ഒക്കെ രക്ഷകനായി നിൽക്കുന്ന ഹനുമാനെ നമ്മൾ വ്യക്തമായി കണ്ടു. എല്ലാവർക്കും ഏത് സമയത്തും എന്ത് ദുരിതങ്ങൾ വന്നാലും എപ്പോൾ ഭഗവത് കൃപ വേണമെന്ന് കരുതി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഏത് രാക്ഷസന്മാരാണോ മനസ്സിൽ വരുന്നത് അവരെയൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ ഒരേ ഒരു കാര്യമേ വേണ്ടൂ, ഹനുമൽ ഭജനം. നമുക്ക് ഒരു രംഗം ചെറുതായിട്ട് കാണാം. ഇവിടെ സീതാന്വേഷണത്തിന് വേണ്ടി പോകുന്ന വാനരപ്പട, അങ്കദനാണ് യുവരാജാവ്, അപ്പൊ അങ്കദനാണ് നേതാവ്. അങ്കദൻ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശപ്പും ദാഹവും ഒക്കെ സഹിക്കാൻ വയ്യാതെ എവിടേക്കാ പോകേണ്ടതൊന്നും അറിയാതെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു വലിയ ഗുഹ കാണുന്നത് അത്രേ. ആ ഗുഹ കാണുമ്പോൾ അങ്കദൻ പിറകിലോട്ട് നിൽക്കുകയാണ്. അപ്പോ ഹനുമാൻ ചോദിക്കുകയാണ്, ആ ഗുഹയിൽ പോവൂ, അതിനകത്ത് നമുക്ക് ചിലപ്പോൾ വെള്ളം എന്തെങ്കിലും കിട്ടി വരും, കാരണം ദാഹം ശമിപ്പിക്കണ്ടേ നമുക്കെന്ന്. അപ്പൊ അങ്കദന് പേടിയാണ് ഗുഹയിലേക്ക് പ്രവേശിക്കാൻ. കാരണം ഒരു ഗുഹ കാരണമാണ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അലയേണ്ടി വന്നത്. ബാലിയും സുഗ്രീവനും തമ്മിലുള്ള തർക്കവും അച്ഛൻ വധിക്കപ്പെട്ടതും ഒക്കെ ഒരു ഗുഹ കാരണമാണ്. അപ്പൊ ഞാൻ ഗുഹയിലേക്ക് പോയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പേടിച്ചു നിൽക്കുമ്പോൾ ഹനുമാൻ മുന്നിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ അതിനുശേഷം നോക്കൂ, അവിടെ ചെന്നു, ഉള്ളിൽ ചെന്നു, ഗുഹയിൽ പ്രവേശിച്ചു. അവിടെ ചെന്ന് ദാഹം അടക്കാനുള്ള വെള്ളവും ഭക്ഷണമൊക്കെ കിട്ടി. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ അന്തർമുഖമായിട്ടുള്ള ഗുഹയിലോട്ടാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. എപ്പോൾ നമുക്ക് നമ്മുടെ ദാഹം, വളരെ അടങ്ങാത്ത ദാഹമുള്ളത് നമ്മുടെ ആത്മജ്ഞാനത്തിന് വേണ്ടിയുള്ള ദാഹമാണെങ്കിലും ബാഹ്യമായിട്ടുള്ള ദാഹമാണെങ്കിലും നമ്മൾക്ക് എന്ത് വേണം? നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നമ്മൾ പോകണം. ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് എന്ത് കണ്ടു കിട്ടുന്നത്? അവിടെ ആരെയാണ് കണ്ടത്? സ്വയം പ്രഭ. അപ്പോ സ്വന്തം മനസ്സിൽ നമ്മൾ ദൈവത്തിനെ തിരയുമ്പോഴാണ്, അദ്വൈതത്തിൽ നിന്നും ഏകത്വത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എന്താണ്, ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉള്ളിൽ നമ്മൾ ഭഗവാനെ തിരയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ ദാഹമെല്ലാം മാറി സ്വയം പ്രഭ. ഉള്ളിൽ നിന്ന് തന്നെ ആത്മജ്ഞാനത്തിന്റെ പ്രകാശം ഉണ്ടായിരിക്കും. അത് കാണിച്ചു തരാൻ ആര് വേണം? ഹനുമൽ സ്വാമി വേണം. ഹനുമൽ സ്വാമിയാണ് നമുക്ക് പ്രത്യക്ഷമായിട്ടുള്ള ഭക്തനും ഗുരുവും. അപ്പോ ആ ചരണങ്ങളെ ഒന്നുകൂടി സ്മരിച്ചുകൊണ്ട് നമുക്ക് 31ാമത്തെ ശ്ലോകത്തിലോട്ട് കടക്കാം. അഷ്ടസിദ്ധി നൗനിധി കേ ദാത, അസ്ബർ ദീൻ ജാനകി മാത. അഷ്ടസിദ്ധി നൗനിധി കേ ദാത, അസ്ബർ ദീൻ ജാനകി മാത. ഇവിടെ അഷ്ടസിദ്ധി നൗനിധി കേ ദാത. അഷ്ടസിദ്ധി എന്ന് പറഞ്ഞാൽ 8 സിദ്ധികൾ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നവനിധി, നവനിധി എന്ന് പറഞ്ഞാൽ 9 നിധികള്. ഇതിൻ്റെയൊക്കെ ദാതാവാണ്. ദാതാവാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തരാൻ കഴിവുള്ള ആളാണ് ഹനുമൽ സ്വാമി. നമുക്കൊക്കെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് അഷ്ടസിദ്ധികളും നവനിധികളും തരാൻ കെൽപ്പുള്ള
ഭഗവാൻ തന്നെയാണ് ഹനുമൽ സ്വാമി. ഇതെങ്ങനെയാണ് കിട്ടിയത് അദ്ദേഹത്തിന്? അസ്ബർ ദീൻ ജാനകി മാത. ഈ ശ്ലോകം പലർക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അസ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരം, ബർ എന്ന് പറഞ്ഞാൽ വരം, അസ്ബർ ഈ വരം, ദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ കൊടുത്തു. ആര്? ജാനകി മാത. അപ്പൊ നമ്മള് ധാരാളം പ്രാവശ്യം കണ്ടതാണ് അജർ അമർ ഗുണനിധി ഹോവു, അജർ അമർ ഗുണനിധി ഹോവു സുത് എന്ന് പറഞ്ഞ് വരം കൊടുക്കുന്നത്. അജർ അമർ, ജരാനരകളില്ലാതെ യുവത്വം എന്നും ഉണ്ടായിരിക്കട്ടെ, അതുപോലെ തന്നെ അമരനായിരിക്കട്ടെ, സകല നിധാനവുമാവട്ടെ എന്ന് ആരാണ് വരം കൊടുക്കുന്നത്? ജാനകി മാത. കാരണം ജാനകി മാത സ്വയം എന്താണ്? ജഗത് ജനനിയാണ് ജാനകി, വിശ്വജനനിയാണ്, വിഷ്ണു പത്നിയാണ്. അപ്പോ അവര് കൊടുക്കുന്ന ഈ വരം ആദ്യമേ ഹനുമാന്റെ അടുത്തുണ്ട്. ഏത്? അഷ്ടസിദ്ധികള്. ആദ്യത്തെ ഭാഗത്തിലോട്ട് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ, അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് പറയാമെന്ന് കരുതി വെച്ച ആ ഹനുമാന്റെ സിദ്ധി എങ്ങനെ കിട്ടിയത് എന്നുള്ള ആ സംഭവം നമ്മൾ ഇവിടെ വിവരിക്കാം. ബാലാർക്കനെ കണ്ട് ബാലനായിരിക്കുന്ന ഹനുമാൻ ഒരു പഴുത്ത പഴമാണെന്ന് കരുതി അതിനെ കടിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ചാടുന്ന രംഗം നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. ബാല സമയ രവി ഭക്ഷ്യലിയോ തബ് തീനോ ലോക് ഭയോ അന്തിയാരോ. അത് ശരിക്കും കടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത് കടിച്ച സമയത്ത് ഇന്ദ്രൻ ഇതേതോ അസുരനാണെന്ന് കരുതി വജ്രം പ്രയോഗിച്ചു. അങ്ങനെ ഹനുവില് താടിയലിൽ കൊണ്ട ഇന്ദ്രന്റെ വജ്രായുധം തവിട് പൊടിയായി എന്നാണ് സങ്കല്പം. പക്ഷേ ബാലനായത് കാരണം ആ വജ്രായുധം ഏറ്റിട്ട് വീഴുകയാണ് ഹനുമൽ സ്വാമി. ഹനുമാൻ എന്ന ബാലൻ വളരെ ശിശുവായിരിക്കുമ്പോൾ, ജനിച്ച ഉടനെയാണ് അത് ചെയ്തത്. അപ്പോ പിതാവായിട്ടുള്ള വായു ഭയങ്കര ദേഷ്യമെന്ന് വായുവിന്. ആ വീണ സ്ഥലത്ത് നിന്നും ഹനുമാനെ എടുത്തിട്ട്, ഈ ശിശുവായ ഹനുമാനെ എടുത്ത് ഒരു ഗുഹയിൽ കൊണ്ടുപോയി ആ ഗുഹയില് അദ്ദേഹം ചികിത്സിച്ച് അത് ശരിയാക്കുകയാണ്. എന്നിട്ട് എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണവായു ഈ വിശ്വത്തിൽ നിന്നും എടുത്ത് ആ ഗുഹയുടെ ഉള്ളിലേക്ക് ആക്കും. ആ ഗുഹ ഇത് കിട്ടുന്നതോടുകൂടി ഹനുമാന്റെ എല്ലാ മോഹാലസ്യവും തീരും. പക്ഷേ മറ്റുള്ളവർക്കൊക്കെ മോഹാലസ്യം തുടങ്ങും. ത്രിമൂർത്തികളും എന്ന് വെച്ചാൽ ബ്രഹ്മാവും പരമശിവനും അതുപോലെ തന്നെ വിഷ്ണുവും അതുപോലെ എല്ലാ ദേവതമാരും, ഇന്ദ്രൻ എന്റെ തെറ്റുപറ്റി എനിക്ക് എന്ന് പറഞ്ഞ് സകലരും, അങ്ങനെ വായു ഇല്ലാത്ത ഒരു ലോകത്തില് ശ്വാസം മുട്ടി എല്ലാവരും എത്തുകയാണ്. എന്നിട്ട് ഗുഹയുടെ പുറത്തു നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഹനുമാനെ ബജ്രംഗ് എന്ന് പറഞ്ഞാൽ ബജ്രാംഗ്, വജ്രം പോലത്തെ അംഗങ്ങളുള്ള ആളാക്കിയിട്ട് ഇന്ദ്രൻ മാറ്റുകയാണ്. എന്റെ വജ്രത്തിന് പോലും ഇനി ഒന്നും ഹനുമാനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വജ്രം പോലത്തെ അംഗങ്ങളുള്ള വജ്രാംഗിയാക്കി മാറ്റും. മറ്റുള്ളവർ ആയുസ് കൊടുക്കും, അതുപോലെ തന്നെ അഷ്ടസിദ്ധികൾ കൊടുക്കും ദേവന്മാര്. അപ്പൊ ഏതൊക്കെ സിദ്ധികൾ ദേവന്മാരുടെ അടുത്തും ത്രിമൂർത്തികളുടെ അടുത്തും ഉണ്ടോ അതെല്ലാം ഹനുമാന് കൊടുക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് വായുവിനോട്, ഈ വായുവിനെ പ്രപഞ്ചത്തിലേക്ക് വിട്ടുതരൂ എന്ന്. അങ്ങനെ വായു ഭഗവാൻ അത് കേട്ടിട്ട് എല്ലാം അങ്ങനെ വീണ്ടും ഹനുമാനെ പുറത്തു കൊണ്ടുവന്ന് ഈ വായുവിനെ അന്തരീക്ഷത്തിലോട്ട് തന്നെ വിട്ടുകൊടുക്കുകയാണ്, എല്ലാവർക്കും പ്രാണവായു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ അഷ്ടസിദ്ധികള് അപ്പോൾ തന്നെയുണ്ട്. ജാനകി മാതാവ് എന്താണ് ഇവിടെ ചെയ്തത്? അഷ്ടസിദ്ധി നിധിക്കേ ദാത. അഷ്ടസിദ്ധി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള, ദാതാവായിരിക്കാനുള്ള ആ ഒരു ഗുണമാണ് ജാനകി മാതാവ് ഇവിടെ കൊടുത്തത്. അപ്പോ ഹനുമാനെ പ്രാർത്ഥിച്ചോളൂ, അഷ്ടസിദ്ധി ഉടനടി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് ഒരു അഷ്ടസിദ്ധികള് ഏതൊക്കെയാണ് ഒന്ന് നോക്കാം. ആദ്യത്തെ അഷ്ടസിദ്ധി അണിമ എന്ന് പറയും. അണിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണിമയും മഹിമയും നമുക്ക് ഒരുമിച്ചെടുക്കാം. ആദ്യത്തെ അഷ്ടസിദ്ധി അണിമയാണ്, രണ്ടാമത്തത് മഹിമയാണ്. അണിമ എന്ന് പറഞ്ഞാൽ യഥാവിധി ചെറുതാകാനുള്ള കഴിവ്. അപ്പോ ഹനുമാനെ എത്ര ചെറുതാവണമോ അത്രയും ചെറുതാവാൻ പറ്റും. അപ്പോ സൂക്ഷ്മരൂപ് ധരി സിയൈ ദിഖാവ എന്നാണ് പറഞ്ഞത്. സീതയുടെ അടുത്ത് പോയപ്പോ ഹനുമാൻ ഏറ്റവും ചെറുതായിട്ടാണ് പോയത്. അതേ സമയത്ത് അതുപോലെ തന്നെ സുരസയുടെ വായിൽ നിന്നും പുറത്തേക്ക് കടന്നത് എങ്ങനെയാണ്? വളരെ ചെറിയ രൂപത്തില്. അപ്പോ ചെറുതാവാനുള്ള കഴിവുണ്ട്. ഇവിടെ ഈ അണിമ എന്നുള്ളത് പ്രായോഗിക ജീവിതത്തില് നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഹനുമാന്റെ അടുത്ത് നമ്മളുടെ വിനയമാണ് ഇവിടെ അണിമ. നമ്മുടെ അണിമ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിനയമാണ്. എത്ര വിനയത്തോടു കൂടി നമുക്ക്
പ്രവർത്തിക്കാൻ പറ്റുമോ? എത്ര ഉന്നതിയുണ്ട്! താഴ്മതാന അഭ്യുന്നതി എന്നാണ് ശ്ലോകം പറയുന്നത്. അപ്പോ എത്ര വലിയ സ്ഥലത്താണെങ്കിലും നമ്മൾ വിനയത്തോടു കൂടി ചെറുതായിട്ട്, ഹനുമാൻ സീതയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ശിശുവായിട്ടാണ് ചെല്ലുന്നത്. സീതയ്ക്ക് വിശ്വാസം പോലും വരുന്നില്ല, നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ വന്ന് രാവണനെ കൊല്ലും എന്ന് പറയുമ്പോൾ. അപ്പോ നമുക്ക് കാണിച്ചു തരുന്നത് വിനയാന്യുതനായിട്ട് എന്നാൽ സകല കാര്യങ്ങൾ നടത്താൻ പ്രാപ്തനായിരിക്കുന്ന ഒരു ഗുണമാണ് ഈ അണിമ എന്ന് പറയുന്നത്. മഹിമ എന്ന് പറഞ്ഞാലോ വളരെ വലുതാവാൻ പറ്റുന്നത്. സമുദ്ര ലംഘനത്തിന് മുന്നേ ത്രികൂട പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ അങ്ങനെ പർവ്വതാകാരനായുള്ള ഹനുമാനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ മൃതസഞ്ജീവനി കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ പർവ്വതാകാരനായിട്ടുള്ള ഹനുമാനെ നമുക്ക് കാണാം. രാക്ഷസന്മാരെ കൊല്ലുമ്പോൾ വികടരൂപധരി ലംഘചരാവ ഭീമരൂപധരി അസുര സംഹാരെ, വികടരൂപവും ഭീമരൂപവും ഒക്കെ ധരിച്ച് വളരെ വലുതായിരിക്കുന്ന ഹനുമാനെ നമുക്ക് കാണാം. ഇവിടെ നമ്മളുടെ പ്രായോഗിക ജീവിതത്തില്, ഒരു സാധകന്റെ ജീവിതത്തില് എന്താണ് മഹിമ, വലുതാവാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയിട്ട് സാഹചര്യങ്ങളിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ആ ഉത്തരവാദിത്വത്തിന്റെ വലിപ്പം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്ന സാധകന്റെ അല്ലെങ്കിൽ നമ്മളെ പോലത്തെ സാധാരണക്കാരന് കിട്ടുന്ന ഗുണമാണ് മഹിമ, വലുതാകാനുള്ള കഴിവ്. നമുക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവസരത്തിനൊത്ത് ഉയരുക എന്ന് പറയും, അതാണ് ഇവിടെ മഹിമ. അതിന് ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഹിമ എന്നുള്ള ആ ഗുണം വിടാതെ നമുക്ക് കിട്ടും. അപ്പോ നമ്മൾ അണിമ കണ്ടു, മഹിമ കണ്ടു. മൂന്നാമത്തെ അഷ്ടസിദ്ധിയാണ് ഗരിമ. ഇവിടെ ഗരിമ എന്ന് പറഞ്ഞാൽ ഭാരക്കൂടുതൽ, ഭാരം വളരെ കൂടുന്ന അവസ്ഥയാണ് എന്ത് ഗരിമ. അപ്പോ ഗരിമ എന്നുള്ള സിദ്ധി നമുക്ക് കാണുന്നത് കല്യാണ സൗഗന്ധികം. അപ്പോ ഒടിയുന്നത് എന്താടാ ഭീമ, ഗതയോ നമ്മുടെ വാലോ എന്ന് ചോദിക്കുന്നത് ഓർമ്മയില്ലേ? അവിടെ വാലിനെ ശക്തമാക്കിയിട്ട് ഭീമസേനെ അനക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചെയ്യുന്ന ആ ഗതയുടെ അടിയിൽ വെക്കുന്ന ആ വാല്. അപ്പോ എത്ര ഭാരം വേണമെങ്കിലും ഹനുമാന് എപ്പോ വേണമെങ്കിലും, വാൽമീകി രാമായണത്തില് നമ്മൾ ആ ശ്ലോകങ്ങൾ കണ്ടു. ഇങ്ങനെ ഈ ത്രികൂടാദ്രിയിൽ കാല് വെച്ച് നിൽക്കുന്ന ഹനുമാന്റെ ആ ശക്തി കാരണം, ആ കാലിന്റെ ഭാരക്കൂടുതൽ കാരണം എല്ലാ മാളങ്ങളിലും ഇരുന്നിരുന്ന മൃഗങ്ങളും അതുപോലെ തന്നെ ഉരകങ്ങളും ഒക്കെ വളരെ ദീനമായ ശബ്ദം, അവർ അമർന്നെരിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അപ്പോ ഭാരക്കൂടുതൽ ഹനുമാൻ കാണിച്ചിട്ടുണ്ട്, ഹനുമാനുള്ള സിദ്ധിയാണ്. നമ്മൾക്ക് എവിടെയാണ് ഇത് വരുന്നത്? ഭാരക്കൂടുതൽ വളരെ മൂല്യാധിഷ്ഠിതമായ ജീവിതത്തില് ഉറച്ച തീരുമാനമെടുക്കാൻ, എത്ര നിശ്ചയദാർഢ്യത്തോടു കൂടി അചഞ്ചലമായിട്ട് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കാൻ, ശക്തമായ ചുവട് വെച്ച് നിലയുറപ്പിക്കാനുള്ള ആ ഭാരമുള്ള ചുമടാണ് നമ്മളുടെ ആ സ്റ്റെപ്പാണ് നമുക്ക് എന്ത് പറയുന്നത്? ഗരിമ. അപ്പോ നമ്മള് അണിമ കണ്ടു, ചെറുതാകാനുള്ള കഴിവ്, മഹിമ കണ്ടു, വലുതാകാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഗരിമ കണ്ടു, ഭാരക്കൂടുതൽ. ഇനി ഭാരക്കുറവുള്ള ഒരു കഴിവുണ്ട്, അതാണ് ലഘിമ. വളരെ ലഘുവായിരിക്കുക, തൂവലിനെ പോലെ ലഘുവാവുക. അപ്പോ സമുദ്ര ലംഘനം ചെയ്യുമ്പോൾ ഒരു തൂവല് പോലെ, ഒരു ബാണം പോലെയാണ് അത്ര പോയത്. വളരെ ഭാരം കുറഞ്ഞിട്ടുള്ള ഒരു ബാണം പോലെയാണ് ഹനുമാൻ പോയതെന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ സാധകന് ഇവിടെ എങ്ങനെയാണ് ഈ ലഘിമ? മൃദുവായിട്ടുള്ള ഒരു ഹൃദയം എപ്പോഴും സൂക്ഷിക്കാൻ, ഭാരമില്ലായ്മയിൽ വേണം നമ്മൾ ജീവിക്കാൻ. ഒന്നാമത് ഹെഡ് വെയിറ്റ് എന്ന് പറയും, തലക്കനം, അത് പാടില്ല. പിന്നെ ഈ ജീവിതമാകുന്ന ഭാണ്ഡം ചുമന്നിട്ട് എപ്പോഴും ഒരു അയ്യോ എനിക്ക് അതും ചെയ്യണം, അയ്യോ എനിക്ക് ഇതും ചെയ്യണം, ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും ഈ ഭാണ്ഡമായിരിക്കും നമ്മുടെ. ലെസ് ലഗ്വേജ് മോർ കംഫർട്ട് എന്നാണ് പറയുക. യാത്ര ചെയ്യുമ്പോൾ എത്ര കുറച്ചാണോ നമ്മുടെ അടുത്ത് ലഗേജ് ഉള്ളത് അത്രയും നമ്മുടെ യാത്ര സുഖകരമായിരിക്കും. അപ്പൊ ജീവിതയാത്രയിൽ ഈ ഭാരം ചുമന്നുകൊണ്ടിരിക്കുക, അത് ചെയ്യരുത്. അതാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ മനസ്സിനെ ലഘുവാക്കി തരൂ, ലഘിമ തരൂ എനിക്ക് ഹനുമൽ സ്വാമി എന്ന് പ്രാർത്ഥിച്ച് ഏത് സാഹചര്യത്തിലും ആ ലഘുത്വത്തോടുകൂടി കഴിയാനുള്ള നമ്മളുടെ കഴിവിനെ നമുക്ക് തരാൻ നമുക്ക് ഹനുമൽ സ്വാമിയോട് പ്രാർത്ഥിക്കാം. കാരണം ഈ കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് കഴിഞ്ഞാൽ ഈ അണിമ, മഹിമ, ഗരിമ, ലഘിമ, ഇത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ അഷ്ടസിദ്ധിയാണ് പ്രാപ്തി. പ്രാപ്തി എന്ന് പറഞ്ഞാൽ വേർഡ് തന്നെ, അതിന്റെ ആ വാക്ക് തന്നെ പ്രാപ്തി നമുക്കറിയാം. വേണ്ടത് വേണ്ടപ്പോൾ നേടാനും ചെയ്യാനുമുള്ള കഴിവാണ് പ്രാപ്തി. അപ്പൊ പ്രാപ്തി എന്ന് പറഞ്ഞാൽ പ്രാപ്തി അഹങ്കാരമായി പോകരുത്.
മൂല്യത്തിലും അതുപോലെ തന്നെ കർമ്മ സിദ്ധാന്തങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള പ്രാപ്തിയാണ് നമുക്ക് വേണ്ടത്. അപ്പോ അത് ഓരോ മനുഷ്യനും വേണ്ടതാണത്, പ്രാപ്തി. ആ പ്രാപ്തി നല്ല ദിശയിലോട്ട് നമ്മെ നയിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ആ ഗുണം ഈ അഷ്ടസിദ്ധികളിൽ ഒന്നായിട്ട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ 6ാമത്തെ സിദ്ധിയാണ് പ്രാകാമ്യം അഥവാ പ്രാകാശ്യം. രണ്ടും പറയുന്നു. പ്രാകാമ്യം എന്നും പറയും, പ്രാകാശ്യം എന്നും പറയും. പ്രാകാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും മനസ്സ് വിച്ഛിച്ചിടത്ത് എത്തിച്ചേരാനുള്ള കഴിവ്, അതാണ് പ്രാകാമ്യം. പ്രാകാശ്യം എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കാനുള്ള കഴിവ്. അപ്പൊ എവിടെ ചെന്നാലും ദൈവത്തിന്റെ ഒരു പരിവേഷം ഉണ്ടായിരിക്കും. നമ്മളെ ചിത്രങ്ങൾ നോക്കുമ്പോൾ ഈ പരിവേഷം ഓരോ മനുഷ്യന്റെയും ഓറയുണ്ട്. ആ ഓറ എപ്പോഴും പോസിറ്റീവ് എനർജി കൊടുക്കണം. ഒരു പ്രകാശിതനായിരിക്കുന്ന നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ പ്രകാശത്തില് മുഴുകി എല്ലാവർക്കും ആ പോസിറ്റീവ് എനർജി കിട്ടണം. അതാണ് സ്വയം പ്രകാശിക്കാനുള്ള കഴിവ്. അതാണ് പ്രാകാമ്യം, പ്രാകാശ്യം എന്ന് പറയുന്ന കഴിവ്. ഈ കഴിവ് ഹനുമാന് നന്നായിട്ടുണ്ടായിരുന്നു. ഏത് ലോകത്തിലും എത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്താൻ പറ്റുമായിരുന്നു. 3 ലോകത്തിനും തീനോ ലോകം ഉജാഗർ കിയായ ഹനുമാൻ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് അതൊക്കെ, ആ ശ്ലോകങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ നമ്മൾക്കും എവിടെ എത്തുന്നുവോ നമ്മൾ അവിടെ പ്രകാശം ചൊരിയാനുള്ള ഒരു കഴിവ് വേണം. വിളക്കു കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം എന്നാണ് പറയുന്നത്. ഒരു വിളക്കുണ്ടെങ്കിൽ ഈ വിശ്വം തന്നെ അയാൾക്ക് ദീപമായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു പ്രകാശം ചൊരിയാൻ പറ്റും. അപ്പോൾ ആ മേന്മ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വളരെ വളരെ മെച്ചമുള്ള കാര്യമാണ്. അത് ഹനുമൽ സ്വാമിയുടെ കാരുണ്യം കൊണ്ട് സദാ കിട്ടും. ഇനി 7ാമത്തെ അഷ്ടസിദ്ധിയാണ് ഈശിത്വം. ഈശിത്വം എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളും ഭരിക്കാനുള്ള കഴിവ്. ഇത് ഹനുമൽ സ്വാമി വളരെ കൃത്യമായിട്ട് കാണിച്ചു തന്നതാണ്. ചന്ദ്രനെ പിഴിഞ്ഞ് കൊണ്ടുവരുമെന്നും അതുപോലെ തന്നെ നാഗങ്ങളെ കൊണ്ടുവന്ന് അമൃത് കൊടുക്കുമെന്നും ഒക്കെ ലക്ഷ്മണൻ വീണപ്പോ നമ്മൾ കണ്ടതാണ് വിശദമായിട്ട്. അപ്പോൾ 3 ലോകങ്ങളും ഭരിക്കാനുള്ള കഴിവാണ് ഈ ഈശിത്വം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈശ്വരന്റെ കഴിവ് തന്നെയാണ്. നമ്മൾക്കോ എല്ലാ മേഖലകളിലും, നമ്മൾ എത്തിപ്പെടുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ മേന്മ തെളിയിക്കാനുള്ളത്, ആ കഴിവിനെയാണ് ഈശിത്വം എന്ന് പറഞ്ഞ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് കണക്കാക്കിയെടുത്ത് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഈശിത്വം. 8ാമത്തെ ഗുണമാണ് വശിത്വം. വശിത്വം എന്ന് പറഞ്ഞാൽ വശീകരണം എന്നുള്ളതല്ല. വശീകരിക്കുക, വേണ്ടാത്ത രീതിയിൽ ആരെങ്കിലും വശീകരിച്ചെടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, കറുത്ത മാജിക്കുകൾ ചെയ്ത് വശീകരിക്കുക, അങ്ങനത്തെ അല്ല. സന്മാർഗങ്ങളിലൂടെ നടന്ന്, ഇപ്പൊ കൃഷ്ണൻ ഫ്ലൂട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മുരളീനാദം കേട്ട് ഗോപസ്ത്രീകളും അതുപോലെ തന്നെ വൃന്ദാവനത്തിലെ എല്ലാ പശുക്കളും ഒക്കെ ഇങ്ങനെ നടന്നിരുന്ന രംഗമൊക്കെ ഭാഗവതത്തിൽ വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. 26ാമത്തെ ദശമസ്കന്ധത്തിൽ 26, 27 ഒക്കെ അധ്യായങ്ങളിൽ ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഗന്ധർവന്മാരും എല്ലാവരും നിൽക്കുമായിരുന്നു എന്നാ പറയുന്നത്. അത് ഒരു ബാക്ക് പൈപ്പർ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അതിനെ. അങ്ങനത്തെ ഒരു ഗുണം, ആ ഗുണം ഹനുമാൻ സ്വാമിക്ക് എന്നും ആ ഗുണമുണ്ടായിരുന്നു. എല്ലാ ഭൗതിക ഘടകങ്ങളെയും പ്രകൃതിയെയും നിയന്ത്രിക്കാനുള്ള കഴിവാണ് വശിത്വം. അത് വളരെ ശക്തമായിട്ട് തന്നെ ഹനുമാൻ സ്വാമിയിൽ ഉണ്ടായിരുന്നു. നമ്മൾക്ക് വേണ്ടത് ഈ ഒരു ഗുണം. നമ്മളുടെ ഗുണം എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും നമ്മളിൽ ആളുകൾ ആകർഷരാകാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതല്ല, നമ്മളുടെ ഗുണഗണങ്ങൾ കണ്ട് ആ ഹനുമാൻ സ്വാമിയുടെ കാരുണ്യം നമ്മളിലപ്പോ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പ്രകാശിതമാവുമ്പോൾ ഈ വശിത്വം നമ്മളിലും എത്തും. നമ്മളുടെ കൂടെ ആളുകൾ ധാരാളം നമ്മളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു വിളക്കായിട്ട് നമുക്ക് വിളങ്ങാൻ പറ്റും. അതാണ് 8ാമത്തെ അഷ്ടസിദ്ധി എന്നുള്ള വശിത്വം. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാകാമ്യം അഥവാ പ്രാകാശ്യം, ഈശിത്വം, വശിത്വം. ഇങ്ങനെ 8 അഷ്ട സിദ്ധികളാണുള്ളത്. ഇത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി ഇതിനെ നമ്മളൊന്ന് കുറച്ച് വേറെ രീതിയിൽ ഇതിനെ കാണുകയാണെങ്കിൽ, അഷ്ടസിദ്ധികള് ഒരു ശ്ലോകമുണ്ട്, വളരെ പ്രശസ്തമുള്ള ശ്ലോകമാണ്. ബുദ്ധിർബലം, യശോധൈര്യം, നിർഭയത്വം, അരോഗത, അജാഡ്യം, വാക്പടുത്വം ച ഹനുമത് സ്മരണാൽ ഭവേത്. ഇത് തന്നെയാണ് ഈ ശ്ലോകം. ബുദ്ധിർബലം, യശോധൈര്യം, നിർഭയത്വം, അരോഗത, അജാഡ്യം, വാക്പടുത്വം ച ഹനുമത് സ്മരണാൽ ഭവേത്. ഹനുമാനെ സ്മരിച്ചു കഴിഞ്ഞാൽ സദാ ബുദ്ധി കിട്ടും,
ബലം കിട്ടും, യശസ് കിട്ടും, ധൈര്യം കിട്ടും, നിർഭയത്വം കിട്ടും, അരോഗത കിട്ടും, അജാഡ്യം കിട്ടും, വാക്പടുത്തം കിട്ടും. എട്ടാമത്തെ ആണ് വാക്പടുത്തം. വാക്ചാതുര്യമൊക്കെ ഹനുമാന്റെ നമ്മൾ കണ്ടതാണ്. ഇവിടെ യശസ്, ധൈര്യം, നിർഭയത്വം, ഇത് മാത്രം ഞാനൊന്ന് പറയാം. ധൈര്യവും നിർഭയത്വവും തമ്മിൽ എന്താണ് വ്യത്യാസം? ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ധൈര്യം, ബോധമില്ലാത്തവൻ എന്തും ചെയ്യും, നാണമില്ലാത്തവനും എന്തും ചെയ്യും. ഇത് രണ്ടും ധൈര്യത്തിൽ കണക്കാക്കാൻ പാടില്ല. ധൈര്യം എന്ന് പറഞ്ഞാൽ സത്കർമ്മം ചെയ്ത് സന്മാർഗത്തിലൂടെ ചെയ്യുന്ന മനോബലത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ധൈര്യം എന്ന് പറയുന്നത്. അപ്പൊ ധൈര്യം, അവൻ വളരെ ധൈര്യമുള്ള, അയാൾക്ക് ഭയങ്കര ധൈര്യമാണ്, അയാൾ 8ാമത്തെ നിലയിൽ നിന്ന് ചാടി എന്ന് പറഞ്ഞ ധൈര്യമല്ല, ബോധമില്ലായ്മയാണ്. ഒരു കുട്ടിയോട് പറഞ്ഞു നോക്കൂ, ആ കുട്ടിയും ചാടും. കുട്ടിക്ക് അറിയാൻ പറ്റില്ല എന്താ സംഭവിക്കാന്ന്. അതുകൊണ്ട് അപ്പോ ബോധമില്ലായ്മ, പിന്നെ നാണമില്ലായ്മ. ഇപ്പോ റോഡിലൂടെ അല്ലെങ്കിൽ കളിക്കളത്തിലൊക്കെ നഗ്നരായിട്ട് ഓടുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അത് ധൈര്യമല്ല, നാണമില്ലായ്മയാണ്. അതുപോലെ എന്ത് കാണിക്കാം, ആരെയും തല്ലാം, റോട്ടിലിട്ടിട്ട് പാവങ്ങളെ അടിക്കാൻ പറ്റും, ചിലർക്ക് മർദ്ദിക്കാൻ പറ്റും. ഇത് ധൈര്യമല്ല, എന്താണ്? നാണമില്ലായ്മയാണ്. അപ്പോ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ വളരെ കൃത്യമായിട്ട് മൂല്യാധിഷ്ഠിതമാണ് കർമ്മം. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് നിർഭയത്വം. അപ്പൊ ധൈര്യവും നിർഭയത്വം ഒന്നല്ലേ? നിർഭയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇഷ്ടപ്പെട്ട കാര്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അകാരണമായ ഭയം. അതുപോലെ ഇഷ്ടമില്ലാത്തത് വന്നു ചേരുമോ എന്നുള്ള ഭയം. മനുഷ്യനെ എന്നും അലട്ടുന്ന 2 കാര്യങ്ങളാണത്. അപ്പോ ഇത് രണ്ടും ഇല്ലാതാക്കാനാണ് ഹനുമൽ ഭജനം. കാരണം എത്ര ഒട്ടലുണ്ടോ നമുക്ക്. ഇപ്പൊ നമ്മൾ ഒരു പുതിയ എന്തെങ്കിലും സാധനം മേടിച്ചു, ഒരു മൊബൈൽ ആകട്ടെ, ആ മൊബൈൽ മേടിച്ചിട്ട് നമ്മൾ അത് എത്ര സൂക്ഷിച്ചു വെക്കും, അതിനൊരു പ്രൊട്ടക്ഷൻ ഇടും, അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കവർ ഇടും. അതൊരു 3 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ നമ്മൾ അത്ര നോക്കും. അപ്പൊ എത്ര നമുക്ക് ഒട്ടിച്ചേരലുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഭീതി ഉണ്ടായിരിക്കും, ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി. ആ ഭീതി ഇല്ലായ്മയാണ് എന്ത്? നിർഭയത്വം. അത് ഹനുമൽ ഭക്തി കൊണ്ട് അല്ലെങ്കിൽ ഗുരുഭക്തി കൊണ്ട് ഭഗവത് സാമീപ്യത്തെ നമ്മൾ അടുക്കുമ്പോഴാണ് നിർഭയത്വം വരുന്നത്. അപ്പൊ ഈ ശ്ലോകം പഠിച്ച് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ, ഹനുമത് സ്മരണം ചെയ്തു കഴിഞ്ഞാൽ ഈ എല്ലാ ഗുണങ്ങളും കിട്ടും എന്നുള്ളതാണ്. ഇനി വാക്പടുത്വം എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് പറയാനുള്ളതല്ല. വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ, വേണ്ട മാത്രയില് പറയാനുള്ളതാണ്. നിശബ്ദത ഏറ്റവും വലിയ വാചാലതയാണത്രേ. അതുപോലെ തന്നെ വെളുത്ത രശ്മിയിലാണ് 7 നിറങ്ങളുള്ളത്. അതുപോലെ തന്നെയാണ് നിശബ്ദതയ്ക്ക് ഒരുപാട് വാചാലതയുണ്ട്. അപ്പോൾ വാക്കുകൾ നിറഞ്ഞതാണ് നിശബ്ദത. അപ്പോ മൗനം വേണ്ടിടത്തൊക്കെ പാലിക്കണം, വേണ്ടാത്തിടത്തൊന്നും പറയരുത് എന്നുള്ളത് എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. അതുകൂടിയാണ് വാക്പടുത്വം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ അഷ്ടസിദ്ധിയിലെ നവനിധികൾ കാണാം. നവനിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബേരന്റെ അധീനതയിലുള്ള 9 നിധികളാണ്. ഈ നിധികളെ കുറിച്ച് വളരെ പ്രശസ്തമായ നിധികളാണത്. ആ നിധികളെ കുറിച്ച് ഒന്ന് പറയാം എളുപ്പത്തില്. മഹാപത്മനിധി, പത്മനിധി, ശംഖനിധി, മകരനിധി, കച്ഛപനിധി, മുകുന്ദനിധി, കന്ദനിധി, നീലനിധി, ഖർവനിധി. ഇതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള നിധികളെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ കുബേരന്റെ അടുത്തുള്ള നിധികളെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നിധികളാണ്. ഇനി ഇവിടെ നവനിധി എന്ന് പറയുന്നുണ്ട്. നവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അർത്ഥമുണ്ട്. നമ്മൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നവം എന്ന് പറഞ്ഞാൽ പുതിയത് എന്നും അർത്ഥമുണ്ട്, 9 എന്നും അർത്ഥമുണ്ട്. അപ്പൊ പുതിയ നിധി എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഭാഗ്യത്തിലുണ്ടെങ്കിൽ, നമ്മൾക്ക് കിട്ടുന്ന ജോലിയിലൂടെ കിട്ടുന്ന ശമ്പളമാണെങ്കിലും, നമ്മളുടെ പഴയ നിധികളാണത്. നമ്മളെ ആർജിച്ചിട്ടുള്ള പുണ്യത്തിൽ നിന്നും കിട്ടുന്ന ഗുണങ്ങളാണ് നമ്മുടെ പഴയ നിധികളാണത്. കർമ്മഫലത്തിൽ നിന്നും കിട്ടുന്ന നിധി, സഞ്ചിത കർമ്മത്തിൽ നിന്നും കിട്ടുന്ന നിധി, ഇതെല്ലാം നമ്മളുടെ ഇപ്പോഴത്തെ നിധികളാണ്, കിട്ടുന്ന നിധികളാണ്. ഇനി ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി, നമ്മളുടെ പഴയ പിതാമഹന്മാരില് നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത്, അതുപോലെ തന്നെ പൈസ, ഇതൊക്കെ എന്താണ്? ഇതും പഴയ നിധികളാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ വന്നു എന്ന് കരുതുക. ഒന്നുമില്ല ഭാഗ്യത്തില്, ശൂന്യമാണ് ഭാഗ്യത്തില്. എന്ത് സംഭവിക്കും? ഓർത്തോളൂ, അവിടെയാണ് ഹനുമത് ജാനകി ദേവി എന്താ പറഞ്ഞത്? അഷ്ടസിദ്ധിനോ നിധിക്കേ ദാതാ. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കൊണ്ടുതരാനുള്ള കഴിവ്. ഭാഗ്യത്തിൽ ഒന്നുമില്ലെങ്കിലും
അത് കൊടുക്കാനുള്ള കഴിവ് ശങ്കരസുതനായിട്ടുള്ള അല്ലെങ്കിൽ ശങ്കരന്റെ അംശമായിട്ടുള്ള ആർക്കുണ്ട്? ഹനുമൽ സ്വാമിക്കുണ്ട്. അപ്പോ ഒന്നും ഹനുമാൻ ഒന്നും ഭാഗ്യത്തിൽ കൊണ്ടുവരാത്ത നമ്മളാണെങ്കിലും എന്താണോ നമ്മൾ വിചാരിച്ചത് അത് നമുക്ക് കിട്ടാനുള്ള ആ ഗുണം ഹനുമൽ സ്വാമിയുടെ ഭജനം കൊണ്ട് നമുക്ക് കിട്ടും. ഭാഗ്യത്തിലുള്ളത് തരുന്നത് ആരാണ്? ബ്രഹ്മാവാണ്. അപ്പോ ബ്രഹ്മാവ് ഒരു പ്രാവശ്യം ശിവനും പാർവതി ഇരിക്കുന്ന കൈലാസത്തിലേക്ക് പോയിത്രേ. ഇത് തുളസിദാസിന്റെ വളരെ രസകരമായിട്ടുള്ള ഒരു കവിതയാണത്. അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അവിടെ ചെന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, വളരെ ഉദാസീന ഭാവത്തോടു കൂടി ഇരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ട് ഈ പാർവതി ചോദിക്കുകയാണ്, എന്താ ബ്രഹ്മാജി ഇങ്ങനെ വളരെ ഉദാസീനതയോടുകൂടി ഇരിക്കുന്നത്? വളരെ ഉദാസീനാണ് ഞാൻ. ആരാണ് അങ്ങയെ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങയുടെ പതിദേവൻ തന്നെയാണ് എൻ്റെ പ്രോബ്ലങ്ങൾക്കൊക്കെ കാരണം. ഞാൻ ഭാഗ്യത്തിലുള്ളത് ആളുകൾക്ക് കൊടുക്കും. ഇദ്ദേഹം ഭം ഭം ബോലെ എന്ന് പറഞ്ഞു, ഹരഹര മഹാദേവ് എന്ന് പറഞ്ഞാൽ ബോലോ ബച്ച എന്ന് പറഞ്ഞ് എന്താണ് അവരുടെ ഭാഗ്യത്തിലുള്ളത് അത് ചോദിച്ചു കഴിഞ്ഞാൽ പാത്രം എന്താ നോക്കാതെ ക്ഷിപ്രപ്രസാദിയായിട്ട് വരങ്ങൾ കൊടുക്കും, എല്ലാ നിധികളും കൊടുക്കും. എനിക്ക് വേറെ സ്വർഗം ഉണ്ടാക്കണം, ഇവരെ നിർത്തണം, ഇവരൊക്കെ എനിക്കിത് കിട്ടിയിട്ടുണ്ട് തന്നോളൂ എന്ന് പറഞ്ഞ് വരും. ഡിപ്പാർട്ട്മെന്റ് എന്റെയാണ്, പക്ഷേ കൊടുക്കുന്നത് ആരാണ്? പരമശിവൻ. അപ്പൊ ഭാഗ്യത്തിൽ ഇല്ലാത്തത് കൊടുക്കാൻ അധികാരമുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, പലർക്കും വരദാനം കൊടുത്തിട്ട് വിഷമിച്ച് ഓടി നടക്കുന്ന പരമശിവനെയും ബ്രഹ്മാവിനെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഭാഗ്യത്തിൽ ഇല്ലാത്തത് കൊടുക്കുന്ന. അപ്പോ ബ്രഹ്മാജി പറഞ്ഞു അത്രേ, ഞാനിവിടെ വന്നിട്ടുണ്ട്, ഞാൻ ഭിക്ഷ യാചിച്ച് കഴിഞ്ഞോളാം, ഈ പോർട്ട്ഫോളിയോ എൻ്റെ അടുത്ത് നിന്ന് എടുത്തു മാറ്റണം, എനിക്കിതിനി വേണ്ടാന്ന്. വളരെ രസകരമായ ശ്ലോകമാണത് തുളസിദാസിന്റെ. അങ്ങനെ പറഞ്ഞപ്പോ പാർവതി ചിരിക്കുകയാണെന്നാണ് പറയണത്. അപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാഗ്യത്തിലില്ലാത്തതും നിങ്ങൾക്ക് തരാനുള്ള ശക്തി ശങ്കരന്റെ സുതനായിട്ടുള്ള ശങ്കരന്റെ അംശമായിട്ടുള്ള ഈ കേസരി നന്ദന് പറ്റും എന്നത് ഉറപ്പിച്ചോളൂ. അങ്ങനെ വളരെ ശക്തമായിട്ട് തന്നെ അദ്ദേഹത്തെ പിടിച്ചോളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അത് ഭാഗ്യമില്ലാത്തവർക്ക് നമുക്കിവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹനുമൽ ഭജനം ചെയ്തു കഴിഞ്ഞാൽ എന്താണോ വേണ്ടത് അത് നമ്മൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 32ാമത്തെ ശ്ലോകത്തിലോട്ട് കിടക്കാം. വളരെ രസകരമായിട്ടുള്ള ശ്ലോകമാണ്. രാമരസായന തുമരേ പാസാ, രാമരസായന തുമരേ പാസാ, സദാ രഹോ രഘുപതി കേ ദാസാ, സദാ രഹോ രഘുപതി കേ ദാസാ. രാമരസായന തുമരേ പാസ, സദാ രഹോ രഘുപതി കേ ദാസ. നോക്കൂ, രാമരസായനം. ഇതും ആരാണ്? സീതാമാതാവാണ് പറയുന്നത്. അഷ്ടസിദ്ധി നവനിധിക്ക് ദാതാവാകും നീ പറഞ്ഞു. അടുത്തത് അപ്പോ ഈ അഷ്ടസിദ്ധിയൊക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോഴും ഹനുമാന് അജർ അമർ ഗുണനിധി ഹോ എന്ന് പറഞ്ഞപ്പോ ഹനുമാൻ ഒരു സന്തോഷവും തോന്നിയില്ല എന്നാ പറയണത്. അങ്ങനെ നോക്കിയിരിക്കാത്ര സീതയുടെ മുഖത്ത്. അപ്പോഴാണ് സീതാജി അടുത്ത ശ്ലോകത്തിൽ അടുത്ത വരം കൊടുക്കുന്നത്, നിന്റെ കൂടെ എപ്പോഴും സദാ നിന്റെ കൂടെ ശ്രീരാമന്റെ കൃപയുണ്ടായിരിക്കട്ടെ എന്നാണ്. അത് കൊടുക്കുമ്പോഴാണ് വളരെ സന്തോഷവനായി മാറുന്നത്. അപ്പോ രാമരസായന തുമരേ പാസ, നിന്റെ അടുത്ത് ആ രാമന്റെ രസായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ നമ്മളുടെ ജീവൻ നിലനിർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ജീവൻ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ആ കെമിക്കൽ ബോണ്ടിങ് ആണ് രസായനം. ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിയില് എങ്ങനെയാണ്, എന്ത് കോമ്പോസിഷനാണ് തന്നത്, അതാണ് രസായനം. ഇവിടെ രാമരസായനം എന്ന് പറഞ്ഞാൽ രാമാമൃതമാണ്. രാമൻ എന്ന അമൃതം, ആ അമൃതമാണ്. ആ അമൃതം ആരുടെ അടുത്താണ്? എപ്പോഴും സദാ ഉള്ളത് ആരുടെ അടുത്താണ്? ഹനുമൽ സ്വാമിയുടെ അടുത്താണ്. സദാരഹോ രഘുപതിക്കേ ദാസ, രാമരസായൻ. ഇപ്പോ ഇവിടെ നമുക്ക് ഗോസ്വാമി തുളസിദാസ് പറഞ്ഞിരിക്കുന്നത്, ആ രാമരസത്തെ ആസ്വദിക്കൂ ഭക്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഒരു ശ്ലോകം നേരത്തെ അറിയാം, നിഗമകൽപതരോർ ഗളിതം ഫലം സുഖമുഖാമൃതദ്രവ സംയുതം പിപദ ഭാഗവതം, പിപദ ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക. ഹേ രസികന്മാരെ, നിങ്ങൾ ഭാഗവതം എന്ന ആ രസത്തെ കുടിക്കൂ എന്ന് പറഞ്ഞതുപോലെ ഈ രാമരസത്തെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച്
പാനം ചെയ്യാം. ഞാനിവിടെ ദുർഗ, നമ്മുടെ തിരുമേനിയുടെ മകളെ ക്ഷണിക്കുകയാണ് ആ രാമരസത്തെ ഒന്ന് നമുക്ക് കേൾപ്പിച്ചു തരാൻ എല്ലാവർക്കും വേണ്ടി. ദുർഗ, ഒന്ന് വരൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആഹിരി ഭൈരവി രാഗത്തിലെ പിബരെ രാമരസാണ് കീർത്തനാണ് ചൊല്ലുന്നത്. എനിക്കിന്ന് രാവിലെ ആണ് ഈ ടാസ്ക് കിട്ടിയത്. അപ്പൊ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ജസ്റ്റ് കുറച്ച് സമയം കൊണ്ട് പഠിച്ചതാണ്. പിബരെ രാമരസം പിബരെ രാമരസം രസനേ പിബരെ രാമരസം പിബരെ രാമരസം രസനേ പിബരെ രാമരസം പിബരെ രാമരസം രസനേ. ജനന മരണ ഭയ ശോക വിദൂരം സകല ശാസ്ത്ര നിഗമാഗമസാരം. ജനന മരണ ഭയ ശോക വിദൂരം സകല ശാസ്ത്ര നിഗമാഗമസാരം. ജനന മരണ ഭയ ശോക വിദൂരം സകല ശാസ്ത്ര നിഗമാഗമസാരം. പിബരെ രാമരസം രസനേ പിബരെ രാമരസം പിബരെ രാമരസം. ശുദ്ധ പരമഹംസ ആശ്രമഗീതം ശുകശൗനക കൗശിക മുഖപീഠം. ശുദ്ധ പരമഹംസ ആശ്രമഗീതം ശുകശൗനക കൗശിക മുഖപീഠം. ശുദ്ധ പരമഹംസ ആശ്രമഗീതം ശുകശൗനക കൗശിക മുഖപീഠം. പിബരെ രാമരസം രസനേ പിബരെ രാമരസം പിബരെ രാമരസം. രാമരസം 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 രാമരസം. അമേസിങ്, അതിമനോഹരം. ശരിക്കും ആ രാമരസത്തെ തന്നെ പകർന്നു തന്നു. ദുർഗമോൾക്ക് ഒരുപാട് നന്ദി. ഇതിന് എന്നും ഭഗവാന്റെ കൃപയും കടാക്ഷവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിമനോഹരമായിരുന്നു. എല്ലാവരും ആ രാമരസത്തില് ലയിച്ചിരിക്കുകയാണ്. ജനന മരണ ഭയശോകവിദൂരം സകല ശാസ്ത്ര നിഗമാഗമസാരം പിബരേ രാമരസം രസനേ. ഏ രസിക, ഇത് കിട്ടുന്നോടത്തോളം കുടിക്കൂ, നുകരൂ എന്നുള്ള ആ കൃതി എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ആഹിർ ഭൈരവി രാഗത്തില് മനോഹരമായിട്ട് തന്നെ നമ്മൾ പാടി. ഒരുപാട് നന്ദി. എല്ലാവരും ആ രാമരസത്തിൽ ലയിച്ചിരിക്കുമ്പോ രാമരസായന തുമരേ പാസ സദാരഹോ രഘുപതി കേ ദാസ. അപ്പോ ഇവിടെ നമ്മള്
ഒരു കാര്യം നമ്മൾ നോക്കുകയാണ്. അപ്പോ നമ്മൾ ആദ്യമേ കണ്ടു, ഭഗവാൻ സീതാമാതാവ് വരം കൊടുത്തപ്പോ ഹനുമാന് തൃപ്തിയായില്ല എന്നാണ് പറയുന്നത്. കാരണം തൃപ്തി ആയതെപ്പോഴാണ്? സദാരാമന്റെ അനുഗ്രഹം നിന്നിൽ ഉണ്ടായിരിക്കട്ടെ, നീ സദാരാമന്റെ ഭക്തനായി മാറും എന്ന് പറഞ്ഞപ്പോഴാണ് ആ സിദ്ധി വന്നത്. അപ്പോൾ എപ്പോഴാണ് ഭക്തി വരുന്നത്? ഭക്തി സദാഭക്തനാണ് ഹനുമാൻ. നമ്മളൊക്കെ എങ്ങനത്തെ ഭക്തന്മാരാണ്? നിങ്ങളൊക്കെ കുറച്ചുകൂടിയൊക്കെ നല്ല ഭക്തരായിരിക്കും. എന്നെ പോലത്തവരൊക്കെ യഥാതഥാ ഭക്തന്മാര് എന്ന് പറയും. കാരണം സമയം കിട്ടുമ്പോൾ ഭക്തി ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മളൊക്കെ ഒതുങ്ങിക്കൂടുന്നത്. അപ്പോ ഈ പണ്ഡിതന്മാരായിട്ടുള്ള ചില സന്യാസിമാരുടെ നല്ല രസകരമായിട്ടുള്ള വിവരണമുണ്ട് ഭക്തന്മാരെ പറ്റിയിട്ട്. ഹിന്ദിയിൽ പറയുമ്പോൾ അസ്ലി, അത് കഴിഞ്ഞാൽ ഫസലി, അത് കഴിഞ്ഞാൽ നഖ്ലി, അത് കഴിഞ്ഞാൽ ദഖ്ലി, ഇങ്ങനെ 4 തരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെ മലയാളത്തിൽ പറഞ്ഞുതരാം. അസ്ലി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭക്തി തന്നെയാണ്. കർമ്മം ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും സകല സമയത്തും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ടുള്ള പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഹനുമാൻ സ്വാമി പോലത്തെ ഭക്തന്മാര്. ഹനുമാൻ സ്വാമി അങ്ങനത്തെ ഒരു ഭക്തനാണ്. അപ്പോ എപ്പോഴും അവര് ഭഗവത് സ്മരണ വിട്ട ഒരു നിമിഷം പോലും അവർക്കില്ല. ഇവരെയാണ് ശരിയായിട്ടുള്ള ഭക്തന്മാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫസലി എന്ന് പറയുന്ന ഭക്തന്മാരോ, ഫസൽ എന്ന് പറഞ്ഞ വിളവാണ്. അപ്പൊ ആ കാലം വരുമ്പോ പെട്ടെന്ന് ഇപ്പൊ നദിയിൽ വെള്ളം വരുമ്പോ ധാരാളം സാധനങ്ങളും ഒക്കെ അത് കൂടെ ഒഴുകിപ്പോവും എന്നതുപോലെ ഭക്തി ഒരു ഭാഗവത സപ്താഹം, ഇവിടെ ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ട്, അതിനകത്ത് പണ്ഡിതൻ വരുന്നുണ്ട്, അപ്പൊ രാമായണ മാസം എല്ലാവരും, അപ്പൊ ആ സീസൺ വരുമ്പോ അവർ ഭക്തരായി മാറും. മണ്ഡലകാലം ഭക്തരായി മാറും, ശനിയാഴ്ച ഭക്തരായി മാറും. ഇങ്ങനത്തെവരെ അവര് നല്ലതാണ് ചീത്തയാണെന്ന് പറയുന്നില്ല, അവരൊക്കെ ഇങ്ങനെ ഈ സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് ഭക്തന്മാരായി മാറുന്നവരാണ് ഈ രണ്ടാമത്തെ തരത്തിലുള്ള ഭക്തന്മാര്. മൂന്നാമത്തെ കൂട്ടത്തിലുള്ള ഭക്തന്മാരാണ് നഖ്ലി. നഖ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കപട ഭക്തന്മാരെന്നല്ല കേട്ടോ പറയുന്നത്. ഭക്തരെ ഒരിക്കലും കാപട്യമുള്ളവരാവില്ല. നഖ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി കാറ്റ്. അപ്പൊ അടുത്തുള്ളവർ എന്നും ചെയ്യുന്നത് കാണുമ്പോൾ അതാണ് നല്ലത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. നമ്മൾ സഹസ്രനാമം വായിച്ചു കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞാലും നമ്മുടെ മക്കൾ സഹസ്രനാമം വായിക്കാൻ തുടങ്ങും. ആദ്യം ഒന്നും ചെയ്യില്ല അവര്, പക്ഷെ എന്തെങ്കിലും അവർക്ക് ജീവിതത്തില് ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അവർ സഹസ്രനാമം ചൊല്ലും. ഞാൻ എന്നും ഹനുമാൻ ചാലീസ വായിച്ചിരുന്നു. അപ്പോ എന്റെ മകന് ഹനുമാൻ ചാലീസ ബൈഹാർട്ടായിരുന്നു. അവന് 6 വയസ്സ് 7 വയസ്സുള്ളപ്പോൾ ബൈഹാർട്ടായിരുന്നു. അത് കഴിഞ്ഞ് യുവത്വത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളൊന്നും ചെയ്തില്ല എന്ന് വരും. പക്ഷെ വീണ്ടും അതൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ 10-21 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ചെയ്യും. അപ്പൊ നഖ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ട് അത് കോപ്പി ചെയ്യാണ്. അതിന്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കാൻ കുറെ സമയമെടുക്കും അവർക്ക്, ആ ഭക്തിയുടെ ആഴം. പക്ഷെ അവരത് അതുപോലെ ചെയ്യും. ഒരാൾ വിളക്ക് കൊളുത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തും, ഒരാൾ വിഷുക്കണ്ണി വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വിഷുക്കണ്ണി വെക്കും. ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഭക്തി ഉള്ള ഭക്തരാണ് അവര്. ഭക്തി വേണമെന്നുണ്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോ ഇവരെ നഖ്ലി ഭക്തന്മാരെ എന്ന് പറയും, കോപ്പി കാറ്റ്. 4ാമത്തെ വർഗമാണ് ഡേഞ്ചറസ്, ദഖ്ലി. എന്തിലും കയറി തലയിടും. എല്ലാം അറിയാം അവർക്ക്. ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? എന്താ ഈ ഹനുമാൻ ചാലീസ പഠിച്ചിട്ട് കാര്യം? വേറെ കുറെ ഇല്ലേ, അതൊക്കെ പഠിച്ചാൽ പോരെ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനാ എപ്പോഴും ചെയ്യണത്? സമയം കിട്ടുമ്പോ വല്ലപ്പോഴും ചെയ്യുക, അല്ലെങ്കിൽ 10-60-70 വയസ്സായി കഴിഞ്ഞാൽ ഒരു പണിയില്ലാണ്ടിരിക്കുമ്പോ അപ്പൊ ചെയ്യുക. അല്ലാണ്ട് ഇതൊക്കെ എന്തിനാ? ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ദൈവത്തിന്റെ കൃപയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവര് ചെയ്യാനും സമ്മതിക്കില്ല, സ്വയം ചെയ്യൂല, മറ്റുള്ളവരെ ചെയ്യാനും സമ്മതിക്കില്ല. അങ്ങനത്തെ ആളുകളാണ് ദഖ്ലി ഭക്തന്മാര്. അപ്പൊ ഈ ഭക്തന്മാരിൽ നിന്നൊക്കെ നമുക്ക് സദാരഹോ രാമഭക്തി സദാ ഉണ്ടാവുന്ന ഹനുമാനെ പോലെ നമ്മളെ ഒരു ഭക്തനായി മാറണം എന്നാണ് പറയുന്നത്. അപ്പൊ ഭാവുകത 2 തരത്തിലുള്ളതാണ്. ഭക്തിയും ഭാവുകതയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാവുകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തരള ഹൃദയമായി മാറും, എന്നിട്ട് നമ്മൾ നാമം ജപിക്കും. അത് ക്ഷണഭങ്കുരമാണ്, അത് കഴിഞ്ഞ് അത് മാറും. അതേ സമയത്ത് ഭക്തി, സദാഭക്തി എന്ന് പറഞ്ഞാലോ അചഞ്ചലമാണത്. അതൊരു കാര്യം നേടാനുള്ള ഭക്തിയല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് വന്നൊരു ദുഃഖത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഭക്തിയല്ല. ഈ ഭക്തികള് ശരിക്കും ഉള്ള ഭക്തിയാണ്. അതുപോലെ നിങ്ങൾക്കൊരു ഭക്തി വേണമെങ്കിൽ ഹനുമാനെ സ്മരിക്കണം. കാരണം ഒരു ഗുരു വേണം, എന്നാലാണ് നിങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ? ജീവൻ മുക്തനാവണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു ഗുരു വേണം. അപ്പോ അടുത്ത ശ്ലോകത്തിലോട്ട് നമ്മൾ പോകുമ്പോ തുമരേ ഭജന രാമകോ പാവേ
ജനമ ജനമക്കെ ദുഃഖ ബിസരാവേ. അടുത്ത ശ്ലോകം പറയുന്നത് തുമരേ ഭജന രാമുക്കോ പാവേ ജനമ ജനമക്കെ ദുഃഖ ബിസരാവേ. അപ്പോ നല്ല ഭക്തി ഹനുമാന് കൊടുത്തു. ആര്? സീതാമാതാവ്. രാമന്റെ കൃപ എപ്പോഴും ഉണ്ടാവുമെന്ന് കൊടുത്തു. അതൊക്കെ കൊടുത്തിട്ട് എന്താണ് പറയുന്നത്? ഇതൊക്കെ ഉണ്ടാവുകൊണ്ട് തുമരേ ഭജൻ, നിന്റെ ഭജനം എന്ന് വെച്ചാൽ ഹനുമൽ സ്വാമിയെ ഭജനം ചെയ്താൽ രാമകോ പാവേ, സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ തന്നെ പ്രാപിക്കാൻ പറ്റും എന്നാണ്. അപ്പോ ഭക്തനായിട്ടുള്ള ഭഗവാനാണ് ഹനുമൽ സ്വാമി. ഹനുമൽ സ്വാമി ആരെയാണ് തുളസീദാസ് ആരെയാണ് വിളിച്ചത്? സദാസമയത്തും തുളസീദാസ് ഹേ ഹനുമാൻ കൃപാക്കരോ കൃപാക്കരോ. എന്താണ് വേണ്ടതെന്ന് വെച്ചാലോ കൃപാക്കരോ, രാമചന്ദ്ര സ്വാമിയുടെ ദർശനം കാണിച്ചു തരൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഹനുമാനെ തെരഞ്ഞു പിടിച്ച് നമ്മൾ കണ്ടതാണ് കാശിയിലെ തടത്തില് നടക്കുന്ന ഈ രാമകഥ കേൾക്കാൻ വേണ്ടി എത്തുന്ന ഹനുമാനെ കണ്ടുപിടിച്ച് ഹനുമാന്റെ ചരണം, ആ ഒരു കുഷ്ഠരോഗിയായിട്ടുള്ള വയോവൃദ്ധനായിരിക്കുന്ന രൂപത്തിൽ വന്ന ഹനുമാനെ ചരണസ്പർശം ചെയ്ത് തല വെച്ച് പറയാണ് എന്നെ രക്ഷിക്കൂ എന്ന്. എന്നിട്ടാണ് ചിത്രകൂടത്തിൽ വെച്ചിട്ട് ഹനുമാൻ ശ്രീരാമന്റെ ദർശനം കൊടുക്കുന്നത്. ആർക്ക്? തുളസീദാസിന്. ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോ ഈ ഒരു ഭഗവാന്റെ കൃപയില്ലാണ്ട് നമുക്ക് ഗുരുവിനെ കിട്ടില്ല. ഹനുമാൻ ഇവിടെ പ്രത്യക്ഷ ഗുരുവാണ്. അതുപോലെ തന്നെ ചില ഗുരുക്കൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് ഗുരു തുല്യമാണ്. ആ പുസ്തകങ്ങൾ ഇപ്പോ നാരായണീയം വായിക്കുകയാണെങ്കിൽ നമ്മുടെ ഗുരുവാരായി മാറും. ഭട്ടപാദര് നമ്മുടെ ഗുരുവായിട്ട് മാറും. അപ്പോ ഈ ഗുരുക്കളെയൊക്കെ നമുക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ 24 ഗുരുക്കളെ പറ്റിയിട്ട് ഭാഗവതം പറയുന്നുണ്ട്. നാരായണീയം അതിനെ ചുരുക്കിയിട്ട് നമുക്ക് തരുന്നുണ്ട്. പല ഗുരുക്കളെയും നമുക്ക് കാണാൻ പറ്റും. അതിൽ ശ്രേഷ്ഠരായിട്ടുള്ള ഗുരുക്കളെ നമ്മള് ജീവിതത്തില് മുറുകെ പിടിക്കണം. അങ്ങനത്തെ ഒരു ഗുരുവാണ് ഇവിടെ ആര്? ഹനുമൽ സ്വാമി. തുമരേ ഭജന രാമുക്കോ പാവേ. ഹനുമന്ത് ആയിട്ടൊരു കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഭഗവന്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ആ കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ആ വേവ് ലെങ്ത് മാച്ച് ചെയ്തിട്ട് നമ്മളെ അവിടേക്ക് എത്തിക്കുന്ന ഒരു സോഴ്സ് ആണ് ഈ വായു, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഹനുമൽ സ്വാമി എന്നാണ്. അപ്പോ ഇവിടെ ഇവിടെ ഒരു ഈ ഇതിന്റെ പദാർത്ഥം ഞാൻ ആദ്യം പറഞ്ഞു തരാം. തുമരേ ഭജൻ രാമകോ പാവേ. തുമരേ ഭജൻ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഭജനം ശ്രീരാമചന്ദ്ര ഭഗവാനെ എന്നും നമ്മൾക്ക് പ്രാപ്തനാക്കും. നമ്മളെ ശ്രീരാമചന്ദ്ര ഭഗവാനെ കിട്ടാനുള്ള, അല്ലെങ്കിൽ ആ കാരുണ്യം കിട്ടാനുള്ള പ്രാപ്തി നമുക്ക് ഹനുമൽ ഭജനം കൊണ്ട് കിട്ടും. ജനമക്കെ ദുഃഖ ബിസരാവേ. അടുത്തത് എന്താണ്? ജന്മജന്മാന്തരങ്ങളായിട്ട് ആർജിച്ചിട്ടുള്ള ദുഃഖം നമുക്ക് നിർമാർജനം ചെയ്യാൻ പറ്റും. ഇവിടെ നിർമാർജനം ചെയ്യാൻ പറ്റും എന്നുള്ളത് നോർമൽ അർത്ഥമാണ്. പക്ഷെ ബിസരാവേ എന്നുള്ള അർത്ഥം ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കുഴപ്പമുണ്ട് അവിടെ. ബിസരാന എന്ന് പറഞ്ഞാൽ ഭൂൽ ജാന, മറക്കുക എന്നാണ്. അപ്പൊ ദുഃഖം മറന്നു കഴിഞ്ഞാൽ ദുഃഖം പോവോ? ഹനുമാനെ ഭജിച്ചു, രാമനെ കിട്ടി, ശ്രീരാമചന്ദ്രനെ കിട്ടി, രാമസ്വാമി കിട്ടിയിട്ടും എന്താണ്ടത്? ജനമജനമക്ക് ദുഃഖ ബിസരാവേ എന്ന്. അപ്പൊ എല്ലാ പെയിനും നമുക്ക് ഉണ്ടാവും, എന്നിട്ട് നമ്മൾ അതിനെ മറന്നു പോകും. പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോ ഇതാണോ ഇവിടുത്തെ അർത്ഥം? അതല്ല. ഇവിടെ ഗോസ്വാമി തുളസിദാസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദുഃഖം നമ്മളെ മറക്കും. ജനമക്ക് ദുഃഖ ബിസരാവേ. നമ്മളെ എപ്പോഴും കൂടെ നമ്മളെ ഓർത്തോർത്ത്, നമ്മുടെ ഭാഗ്യത്തെ ഓർത്തോർത്ത് പിന്നാലെ നടന്നു വരുന്ന ഒരാളാണ് ദുഃഖം. എവിടെ സുഖമുണ്ടോ അവിടെ ദുഃഖമുണ്ട്. അപ്പൊ ഇങ്ങനെ പിന്നാലെ നടക്കും ആര്? ദുഃഖം. അപ്പൊ നമ്മളെ ഓർക്കുന്നത് ആരാണ്? നമ്മൾ ദുഃഖത്തിനെ ഓർക്കാറുണ്ടോ? അയ്യോ എനിക്ക് ഇന്ന് ഞാൻ പോയി കുഴിയിൽ ചാടണേ, ഓർക്കാറുണ്ടോ? അയ്യോ എന്റെ ജോലി, എനിക്ക് പ്രൊമോഷൻ കിട്ടരുതേ, നമ്മൾ ഓർക്കാറ്. ദുഃഖത്തിനെ നമ്മൾ ഓർക്കാറില്ല. മരണഭയം ഒഴികെ മനുഷ്യൻ ഒന്നിനെയും ഓർക്കാറില്ല ദുഃഖത്തിന് ഒരിക്കലും. അപ്പൊ ദുഃഖം നമ്മളെ ഓർത്ത് വരികയാണ്. സൂക്ഷിച്ചു നോക്കൂ. ജനമക്ക് ദുഃഖ ബിസരാവേ. ഷോർട്ട് കട്ടാണ്. നമ്മളുടെ അടുത്ത് ദുഃഖം വരികയില്ല. നമ്മളെ പറ്റി ദുഃഖത്തിന് ഓർമ്മയേ ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ ഗജേന്ദ്ര മോക്ഷം ഒന്ന് ഓർത്തു നോക്കൂ. ഗജേന്ദ്ര മോക്ഷത്തില് എങ്ങനെയാണ് സംഭവിച്ചത്? ഹസ്തീന്ദ്രം തം ഹസ്തപദ്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യധാരി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വൽ സാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. ഇവിടെ ഇങ്ങനെ ഇന്ദ്രദ്യുമ്നൻ എന്നുള്ള ആ രാജാവ് തന്റെ പാപങ്ങൾ കൊണ്ട് ഒരു വലിയ ആനയായി മാറി
അങ്ങനെ ഒരു ദിവസം ആന ഹൂ എന്ന് പറയുന്ന ശാപഗ്രസ്തനായിട്ടുള്ള മുതല വന്ന് പിടിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാലില്. 1000-ഓളം വർഷം അദ്ദേഹം സ്വന്തം ശക്തിയില് മുതലയുമായിട്ട് യുദ്ധം ചെയ്തു. പക്ഷേ രക്ഷപ്പെടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഒരു ചെറിയ പുഷ്പം 1000 വർഷം മുതല കാല് പിടിച്ചിരിക്കുകയായിരുന്നു. ആരുടെ? അങ്ങനെ കാല് പിടിച്ചിരിക്കുന്ന വളരെ എനിക്കിനി ഭഗവാനെ അങ്ങ് മാത്രമാണ് ശരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു താമരപ്പൂ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഭഗവാൻ അർപ്പിക്കുകയാണ്. ആ അർപ്പിക്കുമ്പോ വലിയ മഹാത്മാക്കളുടെയൊക്കെ വാണി കേൾക്കണം. നിമിഷ നേരം കൊണ്ടാണ് അത്രേ വൈകുണ്ഠത്തിൽ നിന്നും ആര് വരുന്നത്? മഹാവിഷ്ണു വരുന്നത്. അപ്പോ ഈ ചക്രം ഇങ്ങനെ നിൽക്കുകയാണ്. ചക്രം എത്തിയില്ല എന്നാ പറയുന്നത്. അവിടെ ഈ മുതലേ കൊല്ലണമെങ്കിൽ ചക്രം വേണം. ചക്രത്തിന് വളരെ ബുദ്ധിമുട്ടി വരേണ്ടി വന്നു എന്നാ പറയണത്. ഗരുഡൻ എത്തുന്നില്ല. ഗരുഡൻ ഇല്ലാത്ത വേഗത്തിലാണ് വരുന്നത്. ഗരുഡന് പിന്നെ ഓടി കിതച്ചിട്ട് എത്തേണ്ടി വന്നു ഗരുഡന്റെ പുറത്തെത്താൻ എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ സവാരിയാവാൻ. അപ്പോ ഈ ഭക്തൻ ശരിക്കും ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ എത്തും. അതാണ് ഭക്തിയുടെ ഗുണം. അപ്പൊ ഭക്തി വേണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ കൃപ വേണം. എന്നാലേ ഭക്തി ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം അഷ്ടസിദ്ധിയും നവനിധിയും ഒക്കെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ഭാഗ്യമില്ലാത്തത് അനുമൽ സ്വാമി സാധിച്ചു തരും. പക്ഷെ ഭക്തി വേണമെങ്കിൽ എന്ത് വേണം? ഭഗവത് കൃപ വേണം. ഗുരുവിന്റെ കൃപ വേണം. ആ കൃപ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഏറ്റവും വലിയ രൂപമാണ് ഇവിടെ ആര്? ഹനുമൽ സ്വാമി. ഇനി ഇവിടെ നോക്കൂ, അങ്ങനെ ആരെയാണ് ആദ്യം മോക്ഷം കൊടുത്തത്? ഭക്തന്റെ ചരണം പിടിച്ച മുതലയ്ക്കാണ് ആദ്യം മോക്ഷം കൊടുക്കുന്നത്. അപ്പോ ഇവിടെയും വളരെ രസകരമായിട്ടാണ് അർത്ഥം പറയുന്നത്. ആ മുതലയ്ക്ക് കിട്ടിയ ആദ്യം ഭക്തന്റെ ചരണം പിടിച്ചിട്ടുള്ള, വേണ്ടാത്ത രീതിയിലാണ് പിടിച്ചതെങ്കിൽ കൂടി ഭക്തന്റെ ചരണം പിടിച്ചിട്ടുള്ള മുതലയാണ് ആദ്യം ചക്രായുധം കൊണ്ട് കൊന്ന് മോക്ഷം കൊടുത്തത്. എന്നിട്ട് പൊക്കിയെടുത്തിട്ട് മോക്ഷം കൊടുത്തു ഇന്ദ്രദ്യുമ്നന്. അപ്പോ ഒരു മുതലയായിട്ട് കാല് പിടിച്ചാലും ഭക്തന്റെ. അപ്പോ നമ്മൾ ഹനുമൽ സ്വാമി, ആഞ്ജനേയ സ്വാമിയെ നമ്മൾ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ വേറെ ഒന്നിന്റെയും ആവശ്യമില്ല എന്നുള്ളതായിത്തീരും നമ്മുടെ ഈ ജന്മം. അതുകൊണ്ട് വളരെ രസകരമായിട്ട് തന്നെ പറഞ്ഞു തരാണ് ഇവിടെ. എല്ലാ ദുഃഖങ്ങളും സ്മൃതിയില്ലാത്ത പോലെ ദുഃഖങ്ങൾ നമ്മളെ മറന്നു പോകും. ഒരിക്കലും നമ്മുടെ കൂടെ വരില്ല. ജന്മജന്മാന്തരങ്ങളായി ആർജിച്ച ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മോക്ഷം കിട്ടും എന്ന് പറയാണ്. ജീവൻ മുക്തനായി മാറാൻ പറ്റും നമുക്ക്. ജീവൻ മുക്തനാവുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ദുഃഖവും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തുകയാണ്. എല്ലാം നമുക്ക് ആർജിക്കുകയാണ്. ഇപ്പോ ഇവിടെ അഷ്ടസിദ്ധികളൊക്കെ കിട്ടുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പല ഗുണങ്ങളും കിട്ടിയെന്ന് വരും. അവിടെ നമ്മൾ നിൽക്കരുത്. നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം ഭഗവത് ചരണാരവിന്ദമാണ്. ആ സത്യത്തെ അല്ലെങ്കിൽ ആ സത്വത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളുടെ വേണ്ടത്. അപ്പൊ അവിടെ നിൽക്കരുത്. അതാണ് ചിലരൊക്കെ സിദ്ധികൾ കിട്ടിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ നാല് പുറത്തും കൂടും, ആ സിദ്ധികൾ കാണിച്ചുകൊണ്ടിരിക്കും, മുന്നിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോ സിദ്ധികൾ ഒരിക്കലും, ഹനുമൽ സ്വാമി കണ്ടോളൂ, സിദ്ധി കൊടുത്തപ്പോഴും വേണ്ട, എനിക്ക് അതൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോ അതുപോലെ ആയിരിക്കണം. സിദ്ധികളൊക്കെ വേണം, എല്ലാം വേണം, പക്ഷെ അവിടെ നിൽക്കരുത്. നമ്മളുടെ ദുഃഖത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ മാത്രം നിൽക്കരുത്, അതിന്റെ മുന്നിലോട്ട് പോകാൻ പറ്റണം. അങ്ങനെ ജീവൻ മുക്തനാവാം ഹനുമൽ സ്വാമിയെ ഭജനം ചെയ്താൽ. വൈകുണ്ഠത്തില് പിന്നെ പോകുന്നത് പിന്നത്തെ കാര്യം, അത് അടുത്ത ശ്ലോകത്തിലാണ്. പക്ഷെ ജീവിച്ചുകൊണ്ടേ ജീവൻ മുക്തനാവാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യജ്ഞശകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി.